ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി യമനിൽ നിന്നുള്ള ഹൂതികൾ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഫലസ്തീനു വേണ്ടിയാണ് ഹൂതികൾ നിലകൊള്ളുന്നത്. യമൻ അതിർത്തിയിലൂടെ സൂയസ് കനാൽ മുറിച്ചു കടക്കുന്ന ഇസ്രായേൽ പതാകയുള്ള എല്ലാ കപ്പലുകളെയും തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഹൂതികൾ പറയുന്നത്. ആരാണ് ഹൂതികൾ? വടക്കൻ യമനെന്നും തെക്കൻ യമനെന്നും വംശീയമായി രണ്ടായി വിഭജിക്കപ്പെട്ടതായിരുന്നു പഴയ യമൻ. വടക്കൻ യമനിൽ ഷിയ വിഭാഗവും തെക്കൻ യമനിൽ സുന്നി വിഭാഗവുമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു വടക്കൻ യമനെങ്കിൽ തെക്കൻ യമൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം വടക്കൻ യമൻ സ്വതന്ത്രമായപ്പോൾ ഷിയ വിഭാഗമായിരുന്നു പ്രധാന അധികാര സ്ഥാനങ്ങളിലെല്ലാം. ഇതിൽ ഏറ്റവും പ്രബലരായിരുന്നു സൈദി വംശജർ. 1960കളിൽ സൈദികൾക്കെതിരെ വടക്കൻ യമനിൽ വിമത ഗ്രൂപ്പ് രൂപപ്പെടുകയും ഈജിപ്തിന്റെ സഹായത്തോടെ വിമതർ സൈദികളെ അധികാരഭ്രഷ്ടരാക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ ഗ്രൂപ്പായിരുന്നു അക്കാലത്ത് സൈദികളെ പുറത്താക്കി വടക്കൻ യമനിന്റെ അധികാരം പിടിച്ചെടുത്തിരുന്നത്. അങ്ങനെ വടക്കൻ യമൻ എന്ന രാജ്യത്തിനു പകരം യമൻ അറബ് റിപ്പബ്ലിക് എന്ന പുതിയ രാജ്യം രൂപപ്പെട്ടു. സൈദികളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് യാതൊരു അധികാര സ്ഥാനവും നൽകാത്ത ഭരണമായിരുന്നു യമൻ അറബ് റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടു. ഇതേ കാലത്താണ് തെക്കൻ യമനും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി സദേൺ യമൻ റിപ്പബ്ലിക് എന്ന പുതിയ രാജ്യമാവുന്നത്. കാലക്രമേണ രണ്ട് യമനും കൂടിച്ചേർന്ന് 90ൽ ഇപ്പോഴത്തെ യമനായി രൂപമാറ്റം നേടുകയും ചെയ്തു. പുതിയ യമനിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത്രയും കാലം വടക്കൻ യമനിന്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലെയാണ് എത്തിയത്. പക്ഷെ ഏകാധിപത്യ ഭരണമായിരുന്നു സാലെയുടെ രീതി. അതുമാത്രമല്ല, ഷിയകളെ അടിച്ചമർത്തുന്ന നിലപാടുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇവിടെ മുതലാണ് സൈദി ഗ്രൂപ്പുകൾ ഹൂതികളായി മാറി തുടങ്ങിയത്. ബിലീവ് ഇൻ യൂത്ത് എന്ന ആശയത്തിൽ നിന്നാണ് ഈ മൂവ്മെന്റിന്റെ തുടക്കം. അറബ് മേഖലയിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയും ഇസ്രായേലുമാണെന്നും ഇവർക്കെതിരെ പ്രവർത്തിക്കുക എന്നതുമായിരുന്നു ഹൂതികളുടെ പ്രധാന ലക്ഷ്യം. ഇതിനിടെ യമനിന്റെ അധികാരം പിടിച്ചെടുക്കാനായി ആഭ്യന്തര സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയി. സംഘർഷത്തിൽ അലി അബ്ദുള്ള സാലെയുടെ പട്ടാളം ഹൂതി നേതാവ് ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂദിയെ വധിച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്തു. യമനിലെ ഷിയ സൈദി വിഭാഗത്തിൽപ്പെട്ട ഹുസൈൻ അൽ ഹൂദി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂതികൾ ആ പേര് സ്വീകരിക്കുന്നത്. ഹുസൈൻ അൽ ഹൂദി സ്ഥാപിച്ച സംഘമാണ് പിന്നീട് 1990ന്റെ പകുതിയിൽ ഹൂതികളായി രൂപാന്തരം പ്രാപിച്ചത്. ശേഷം ഹുസൈൻ അൽ ഹൂദിയുടെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂദി നേതൃത്വം ഏറ്റെടുക്കുകയും അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. യമനിൽ ഹൂദികളുടെ സായുധ കലാപം രൂക്ഷമാവുന്നതിനിടെ യമനെ സഹായിക്കാൻ സൗദി അറേബ്യ രംഗത്തെത്തിയതോടെയാണ് യമനിലെ ആഭ്യന്തര കലാപം യുദ്ധത്തിലേക്ക് മാറിയത്. ഇതിനിടെ യമനെ സഹായിക്കാൻ ഇറാനും എത്തിയതോടെ കാര്യങ്ങൾ സൗദി ഇറാൻ യുദ്ധത്തിലേക്ക് കലാശിച്ചു. ടുണീഷ്യയിൽ തുടങ്ങിയ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പ്രഭാവം യമനിലും ഉണ്ടായി. ജനങ്ങൾ സാലെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തി. അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഹൂതികളും എത്തി. കലാപം രൂക്ഷമായതോടെ സൗദിയുടെ നിർദ്ദേശമനുസരിച്ച് സാലെ സർക്കാർ രാജിവെക്കുകയും വൈസ് പ്രസിഡന്റ് അബ്ദുൽ മൻസൂർ അൽ ഹാദിയെ പുതിയ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ വിചാരിച്ചതിൽ നിന്നും വിപരീതമായി അബ്ദുൽ മൻസൂർ അൽ ഹാദി സാലെയും സാലെയുടെ സംഘത്തെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. ഇത് സാലയെ പ്രകോപിതനാക്കി. അതോടെ ഇത്രകാലവും ശത്രുവായിരുന്ന ഹൂതികൾക്ക് സാലെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സാലെ പിന്നീട് ഹൂതികളുമായുള്ള ബന്ധം വീണ്ടും അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതോടെ അത് ഹൂതികളെ രോഷാകുലരാക്കി. 2017 ഹൂതികളുടെ വെടിയേറ്റ് സാലെ കൊല്ലപ്പെട്ടു. അബ്ദുൽ മൻസൂർ അൽ ഹാദി സൗദിയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇറാനാണ് ഹൂതികൾക്ക് മിസൈലുകളും ഡ്രോണുകളും അടക്കമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതെന്നാണ് സൗദിയും അമേരിക്കയും ആരോപിക്കുന്നത്. ഇത് UN ആയുധ കരാർ ലംഘനമാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇറാൻ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏകദേശം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം ആളുകൾ വരെ ഹൂതി സായുധ സംഘത്തിലുണ്ടെന്നാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വടക്കൻ യമൻ, സന എന്നിവിടങ്ങളിലെല്ലാം നിലവിൽ പൂർണ്ണ നിയന്ത്രണം ഹൂതികൾക്കാണ്. ദൈവമാണ് ഏറ്റവും ശക്തൻ, അമേരിക്കയുടെ മരണം, ഇസ്രായേലിന്റെ മരണം, ജൂതനുമേലുള്ള ശാപം, ഇസ്ലാമിന്റെ വിജയം എന്നത് തങ്ങളുടെ മുദ്രാവാക്യമായി ഹൂതികൾ ഔദ്യോഗികമായി സ്വീകരിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും എതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുക എന്നതാണ് ഹൂതികളുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിൽ ഒടുവിലത്തേതാണ് ഇസ്രായേലിനെതിരെയുള്ള ചെങ്കടലിലെ നീക്കം.